ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് അവിടുത്തെ സാലറി ആയിരിക്കും. ഇപ്പം ഒരു 8,000 മുതൽ 10,000 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു 40-ന് മേൽ സ്റ്റാഫ് ഉണ്ടാവും. മിനിമം 35-ന് 40-ന് മേലെങ്കിലും സ്റ്റാഫ് ഉണ്ടാവും. ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഒരു മാസം ഏകദേശം ഒരു 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്ക് വരും. ഇപ്പം ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറഞ്ഞത് സാലറിയാണ് എന്നാണ് എല്ലാവരുടെയും ഒരു രീതിയും. എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കൊടുക്കുന്ന സാലറി ഒരു എക്സ്പെൻസിന് പകരം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സൂപ്പർ മാർക്കറ്റിന്റെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ മാനേജ്മെന്റ് ഒന്ന് ചിന്തിക്കുക, നമ്മൾ കൊടുക്കുന്ന സാലറി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം അത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, അക്കൗണ്ട്സിലൊക്കെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി എങ്ങനെ മാറ്റാം? ഏറ്റവും നല്ല സ്റ്റാഫ്, ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു സാലറി, മാനേജർ പറയുന്ന അനുസരിച്ച് ഏറ്റവും മോശമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് വേറൊരു സാലറി. ഇങ്ങനെ പല രീതിയിലാണ് സാലറി സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഒരു ഏകീകരണം സാലറിക്ക് ഒരു 70% കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഇല്ല. നമ്മുടെ സ്റ്റാഫിനെ എടുക്കുമ്പം അവരുടെ എക്സ്പീരിയൻസും അവരുടെ പ്രവർത്തന രീതിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരുടെ മൈൻഡ് സെറ്റും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു സാലറി ഫിക്സ് ചെയ്യും. അതിന് പകരം നമ്മുടെ സെയിൽസ് സ്റ്റാഫിന് ഒരേ സാലറി, ക്യാഷ്യർക്ക് മറ്റൊരു സാലറി, ആ രീതിയിൽ ഒരു സ്ലാബ് ഫിക്സ് ചെയ്തിട്ട് ഈ കൊടുക്കുന്ന സാലറി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്പനിയിൽ മുടക്കുന്ന പൈസയ്ക്കാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാഫിനെ നമ്മൾ ഹയർ ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റാഫിന് നമ്മൾ സാലറി ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്ത സാലറിയുടെ ഒരു 90% എങ്കിലും ഔട്ട്പുട്ട് ആ സ്റ്റാഫിൻ്റെ നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല, അത് എങ്ങനെ കിട്ടും? ആ രീതിയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ട് മാക്സിമം ഒരു സ്റ്റാഫിൻ്റെ ഔട്ട്പുട്ട് കമ്പനിയിലേക്ക് വന്നാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടാവും? സെയിൽസ് കൂടും, കസ്റ്റമർ ഹാപ്പി ആവും, നമ്മുടെ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യും, റാക്കിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവും, സ്റ്റോർ ഹൈജീൻ ആവും, നമ്മുടെ ബാക്ക് സ്റ്റോർ അല്ലെങ്കിൽ ഗോഡൗൺ വെയർ ഹൗസ് ഭംഗിയാവും, അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാവും. അപ്പം ഇതൊക്കെ വളരെ നീറ്റായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്റ്റാഫിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പം ഈ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിലോട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് ഈ മാനേജ്മെന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് വളരെ ഉയരങ്ങളിലേക്ക് പോകാം എന്നൊന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ച് ആ രീതിയിലൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ബിസിനസ്സിൽ നല്ല മാറ്റം വരും, തീർച്ചയായിട്ടും മാറ്റം വരും. അപ്പം ഒരിക്കലും ഒരു സ്ഥാപനത്തിലെ സാലറി എക്സ്പെൻസ് ആയിട്ട് കാണാതെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്താൽ സ്റ്റാഫ് ഹാപ്പിയാവും. സാധാരണയിൽ കൂടുതൽ സാലറി ആ സ്റ്റാഫിന് വരും, അവർ വർക്ക് ചെയ്യും, നമ്മുടെ സെയിൽസ് കൂടും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ നമ്മുടെ സാലറിയെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ആ രീതിയിൽ ഒന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.